ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് ഡെയിലി നമ്മൾ സ്മൈൽ ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് ചിലപ്പോൾ ചിരിയൊന്നും വരത്തില്ലായിരിക്കും. എനിക്കും അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നമ്മളൊരു പുതിയൊരു കാര്യം ലൈഫിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഹാർഡ് അല്ലേ. പക്ഷേ നമ്മളത് ഒരു എക്സസൈസ് പോലെ ചെയ്യണം. അതായത് നമ്മളെ കമ്പൽ ചെയ്ത് ചെയ്യിക്കണം. രാവിലെ എഴുന്നേറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചിരിയൊന്നും വരത്തില്ല, ഇങ്ങനെ ഒരു ഇരിക്കാനേ പറ്റുള്ളൂ. പക്ഷേ നോക്കി ആ ഒരു എക്സസൈസ് പോലെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ദിവസം ഒരു കുറേ സമയമൊക്കെ നമ്മളതൊരു എക്സസൈസ് പോലെ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഒരു ഭാഗമായി തീരും. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത് തീർക്കാം. ഞാൻ പറഞ്ഞത് നമുക്കൊരു പോസിറ്റീവ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിന്ന് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെ ഹീൽ ചെയ്യാം എന്നാണ് കേട്ടോ. എല്ലാവരും വേദനിക്കുന്ന ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പിൽ നിന്നും കുറേ പെയിൻസ് ഒക്കെ കിട്ടി കുറേ ബോൺസ് ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ബ്രേക്കപ്പ് ആയിരിക്കും ചിലപ്പോൾ. പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസാണ്. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളതുണ്ട്, മക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുള്ളതുണ്ട്, ബന്ധുക്കൾ തമ്മിൽ. പക്ഷേ നമുക്ക് എപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത് നമ്മൾ ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അല്ലേ. പിന്നെ നമുക്ക് എല്ലാത്തിനും പേടിയായിരിക്കും. ഒരാളോട് ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ പോലും ആരുടെങ്കിലും പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളോട് ഒന്ന് അടുക്കാനോ എല്ലാത്തിനും നമുക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരിക്കും. കാരണം ഓൾറെഡി വലിയൊരു മുറിവ് നമുക്ക് വന്ന് കിടക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെയാണോ എന്നുള്ളൊരു കൺക്ലൂഷനിൽ പോലും നമ്മൾ എത്തിച്ചേരും. അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു പെയിനിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഒന്നാമത് നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളത് എങ്ങനെ ഒന്ന് ഓവർകം ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. പക്ഷെ അതിന് മുന്നേ കുറേ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ലൈഫിൽ വന്നിട്ട് 1-2 പേര് നമ്മളെ വന്ന് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് കുറേ പെയിൻസൊക്കെ തന്നിട്ട് പോയിട്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെയല്ല. നല്ല മനസ്സുള്ള ആൾക്കാർ, നമ്മളെ കേൾക്കാനും നമ്മളെ മനസ്സിലാക്കാനും കഴിവുള്ള ആൾക്കാർ ഈ ലോകത്ത് വേറെയും ഉണ്ട്. നമ്മൾ ചാടിപ്പിടിച്ച് നമുക്കൊരു പാർട്ണർ വേണം അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് വേണം എന്നൊക്കെ ഇങ്ങനെ തേടിപ്പിടിച്ച് ഓടിപ്പിടിച്ച് തിരക്ക് പിടിച്ച് സെലക്ട് ചെയ്യേണ്ടതല്ല. അത് നമ്മുടെ ലൈഫിലേക്ക് വരും എന്നുള്ളതാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നമ്മൾ നല്ല ഒരു സുഹൃത്ത് ബന്ധത്തിനായിട്ട് നോക്കിയിരിക്കുക. എഴുതാം നമുക്കത് നമ്മുടെ അഫർമേഷൻ ലിസ്റ്റിൽ നമുക്കത് എഴുതാം. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധം കിട്ടിയതിന് നന്ദി. അല്ലെങ്കിൽ എന്ത് റിലേഷൻഷിപ്പാണോ അത്, നിങ്ങൾക്കിപ്പോൾ ഒരു ലവർ അല്ലെങ്കിൽ കല്യാണ വിവാഹത്തിന് നോക്കുകയാണ്, എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിന് നന്ദി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. അപ്പോൾ നമ്മളതൊന്നും ചാടിപ്പിടിച്ച് നമ്മളിങ്ങനെ ഓടിപ്പിടിച്ച് ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല. കാരണം ചിലപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്, പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു ക്യാരക്ടറൊന്നും ആയിരിക്കത്തില്ല. അവർക്ക് എല്ലാവർക്കും ഒരു ഹിഡൻ ക്യാരക്ടർ ഉണ്ടായിരിക്കും. ഒരുപാട് ചിലപ്പോൾ അത് നമ്മുടെ മുന്നിൽ കാണിക്കില്ല. പക്ഷേ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഒട്ടും അകലാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും അവരിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ പോലും പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പല രീതിയിലുള്ള ഓരോ എന്തുണ്ടായാലും അതിന് ഓരോ സൈക്കോളജിക്കൽ നെയിമൊക്കെ ഇട്ടിട്ട് അതിനെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ദേഷ്യപ്പെട്ടാൽ പോലും അതിന് പല പേരുകളിട്ടാണ് വിളിക്കുന്നത്. നാർസിസ്റ്റിക് അത് എല്ലാം ഈ നാർസിസ്റ്റുകളൊന്നും അല്ല അല്ലേ. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ ദേഷ്യപ്പെട്ടാലും നാർസിസ്റ്റ് എല്ലാത്തിനും ഒരു പേരിട്ടാണ് ഇപ്പോൾ വിളിക്കുന്നത്. മനുഷ്യ സഹജമാണ് ഈ സ്വഭാവങ്ങളൊക്കെ, ദേഷ്യമാണെന്നുണ്ടെങ്കിൽ എന്തായാലും. പിന്നെ അതിലൊരു വേരിയേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മളതിനെ പല തരത്തിലേക്ക് ഇത് കാറ്റഗറൈസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഒന്ന് ദേഷ്യപ്പെട്ടാലും ഒന്ന് വഴക്കിട്ടാൽ ഒന്ന് ഓർക്കുക, നല്ല സ്നേഹബന്ധമുള്ള ഒരു റിലേഷൻഷിപ്പിനകത്ത് ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പിണക്കവും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ഒരു ബന്ധം ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ കാമുകനാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നില്ല, ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ആൾ നിങ്ങൾക്ക് അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിണക്കമോ വഴക്കോ ഒരു ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാവും, അത് ഉറപ്പാണ്. ഇതൊന്നും ഇല്ലാതെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ഓപ്പോസിറ്റുള്ളൊരു ആൾക്ക് ഇതൊന്നും നിങ്ങളോടില്ലാന്നുണ്ടെങ്കിൽ ആ ആൾ നമ്മളെ കുഴപ്പമില്ല, നമുക്ക് വലിയൊരു ഇത് തരുന്നില്ല എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഡെഫിനറ്റ്ലി എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഒരു പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് ലൈഫിൽ അങ്ങനെയാണ്. അപ്പോൾ ഒരു പ്രശ്നങ്ങളുണ്ടായെന്ന് വെച്ചിട്ട് ആളുടെ സ്വഭാവം നാർസിസ്റ്റാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മനോരോഗമാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ കൂടുതലും ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം ആ ഒരു രീതിയിൽ കാണണ്ട. ഓക്കെ, മനുഷ്യ സഹജമാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അത് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ വലിയ മുറിവുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ റിലേഷൻഷിപ്പ് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ
വെച്ചാൽ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ നമ്മുടെ ഫുള്ള് മെൻ്റലി ഫിസിക്കലി എല്ലാം നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്ത് പോവാണ് അല്ലേ. ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് അല്ലേ, നല്ല ഒരുമിച്ച് ഒരേ നല്ല സ്നേഹത്തോടെ പോയിരുന്നൊരു ഫാമിലി, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊന്ന് പൊട്ടി തകർന്ന് പോവുകയാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണാറുണ്ടല്ലോ. തകർന്ന് പോകുമ്പം അവിടെ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നത് ഭയങ്കര പെയിനാണ്. പുറമേ ചിരിച്ച് കാണിച്ചാൽ ഉള്ളിൽ ഭയങ്കര ഒരു വേദനയായിരിക്കും. പിന്നെ നമ്മൾ ഏത് ആൾക്കാരെ ഒന്ന് അറ്റാച്ച് ആകാൻ നോക്കിയാലും ഈ ഒരു ഉൾഭയം എപ്പോഴും ഉണ്ടായിരിക്കും. അത് എപ്പോഴും ഒരു മുറിവ് തന്നെയാണ്. പ്രത്യേകിച്ചൊരു പ്രഗ്നൻസിയിലൊക്കെ ഈ റിലേഷൻഷിപ്പിലും പ്രഗ്നൻസിയിൽ ഡിവോഴ്സ് ആയി പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെത്ര പാടുപെട്ടായിരിക്കും അതിൽ നിന്ന് ഹീലാവുന്നത്. കുറേ ഇരുന്ന് കരഞ്ഞ് വിഷമിച്ചിട്ട് പക്ഷേ അവസാനം അവർ ആരായാലും ഈ ഒരു ഡിപ്രഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ. അത് അവരെ പിന്നെ ആർക്കും അങ്ങ് തകർക്കാൻ പറ്റില്ല. അവർ ഏത് സിറ്റുവേഷൻസ് വന്നാലും നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമ്മൾ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു പ്രശ്നം വന്ന് മനസ്സിലായി. ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ ഒരു ലവേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ആദ്യമേയൊക്കെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര ഇമ്പോർട്ടൻസും ഒക്കെ തന്ന് ഭയങ്കര പ്രയോറിറ്റിയൊക്കെ തന്ന് ഇപ്പോൾ ഒരു ആണിൻ്റെയും പെണ്ണിൻ്റെയും എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെണ്ണിൻ്റെ പുറകെ നടന്ന് അവളുടെ ഇഷ്ടമൊക്കെ നേടിയെടുത്ത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോഴത്തേക്കും ഇവൻ ഭയങ്കരമായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇത് ഇവൾക്ക് മനസ്സിലാവും. അതായത് നമുക്ക് ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്, അത് പെട്ടെന്ന് അങ്ങ് ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു വരുമ്പം ഈ പെൺകുട്ടിയെ തീർച്ചയായിട്ടും മനസ്സിലാവും. അത്രയും സ്നേഹിക്കുന്ന ഒരാളുടെ മുഖം കണ്ടാലും മനസ്സിലാവും, തീർച്ചയായിട്ടും മനസ്സിലാവും. കണ്ണ് കണ്ടാലും മനസ്സിലാവും അവിടെ ഇഷ്ടമുണ്ടോ എന്നുള്ളത്. നമുക്ക് തരുന്ന ഇമ്പോർട്ടൻസ് എല്ലാം പ്രയോറിറ്റിയൊക്കെ നമുക്ക് അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്ന്, മാനറിസത്തിൽ നിന്ന്, ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എനിക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല, നിൻ്റെ പ്രയോറിറ്റി കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, നിനക്കത് തോന്നുക എന്നൊക്കെ പറഞ്ഞ് ഈ മനസ്സിലായ ആളെ ചുമ്മായിട്ട് തട്ടിക്കളിച്ച് എപ്പോൾ ചോദിച്ചാലും പിന്നെ അത് വഴക്കിലേക്ക് എത്തിക്കും. അതായത് ഈ കുട്ടി പറയുന്നത് നേരാണ്, ഇവർ പറയുന്നത് നേരെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് ചോദിക്കുമ്പം അപ്പുറത്ത് നിൽക്കുന്ന ആൾ നീ ചുമ്മാ ആവശ്യമില്ല അവരെ പ്രശ്നം ഉണ്ടാക്കുകയാണോ, എന്താണ് ഏതാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ചോദിക്കുന്നത് തന്നെ അവരെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു ടൂളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് അവോയ്ഡ് ചെയ്തെടുത്തിട്ട് ഇപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയുടെ മൈൻഡ് സ്പോയിൽ ചെയ്ത് ആ ആളെ ഈ ജന്മം ഒരിക്കലും ഒരാളെയും വിശ്വസിക്കരുത് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി ഒരു നശിപ്പിച്ച് ജീവിതം ഒരു വല്ലാത്തൊരവസ്ഥയിലാക്കി കൊടുത്ത ശേഷം കുറേ ബ്ലെയിമും ചെയ്ത് കൂട്ടുകാരോട് അവരോടൊക്കെ ഇവരെ ചിലപ്പോൾ മോശമായിട്ട് പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും അയാൾ ഈ പെൺകുട്ടീനെ ഇട്ടിട്ട് പോകുന്നത്. എത്രയോ പേരുണ്ടെന്ന് അറിയാമോ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിയിട്ട് അതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റാതെ പോയ ആളുകൾ. അപ്പം പിന്നീട് കൗൺസിലിങ്ങും ഉറങ്ങാൻ വരെ മെഡിസിൻസ് കഴിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് ഭയങ്കരമാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന വേദനകൾ റിക്കവർ ആകാമെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സീരിയസ് ആയിട്ടൊരു ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കാൻ നോക്കുക. നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും മാറും. നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയൊരാളോട് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഇഷ്ടം മാറും. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കും വാക്കുകൾ കൊടുക്കാതിരിക്കുക. ഒരാൾക്കൊരു സ്നേഹം കൊണ്ട് ഒരാളെയും പറ്റിക്കാതിരിക്കുക. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് ലൈഫ് ലോങ് നിലനിൽക്കും എന്നുള്ളതാണ്. എന്ത് കാര്യം ചെയ്താലും ചിലപ്പോൾ അയാളുടെ ഈ വഞ്ചിക്കപ്പെട്ടയാളുടെ കരിയറിനെ ബാധിക്കും, ഹെൽത്തിനെ ബാധിക്കും, ഫിസിക്കലി മെൻ്റലി എല്ലാം അയാളെ സ്പോയിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പം ഒരിക്കലും അതുകൊണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ അയാളെ പറ്റിച്ചത് ഒരിക്കലും നിങ്ങളുടെ നേട്ടമല്ല. കാരണം അയാൾ നിങ്ങൾ അത്രയും വിശ്വസിച്ചു. പിന്നെ ഈ നഷ്ടപ്പെട്ടവർക്കല്ല, നഷ്ടപ്പെടുത്തിയവർക്കാണ് ഏറ്റവും വലിയൊരു നഷ്ടം അല്ലേ. അല്ലാതെ ഇത്രയും ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ഇട്ടിട്ട് പോകുന്നവർക്കാണ് നഷ്ടം, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് കരഞ്ഞും വിഷമിച്ചിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വന്നിട്ടില്ല. നിങ്ങൾക്ക് നന്നായിട്ട് സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട്. നിങ്ങൾ പറ്റിക്കപ്പെട്ടത് അവരുടെ കഴിവുകൊണ്ടൊന്നുമല്ല, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള കഴിവുള്ളത് കണ്ടാണ്. അത് നല്ലൊരു കഴിവല്ലേ. ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ സക്സസ് ആവാനായിട്ട് പറ്റും. നമ്മളൊരിക്കലും ഒരാളെ പറ്റിച്ച് അല്ലെങ്കിൽ ചീറ്റ് ചെയ്തിട്ടൊന്നും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. കർമ്മ എന്നുള്ളതുണ്ട്, അതിലും ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മളിപ്പം ഏതൊരു കാര്യവും നമ്മളിപ്പോൾ ഒരു ഓഫ് അട്രാക്ഷനാണ് ചെയ്യുന്നതെങ്കിലും അതിൽ നമ്മൾ ഒരു മോശം കാര്യം വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. നടക്കത്തില്ല, അത് ഉറപ്പായിട്ടും. നമ്മളെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ജെനുവിനായിരിക്കണം. അപ്പോൾ നമ്മളത് തേടി വരും. അല്ലെങ്കിൽ ഒരു മോശം കാര്യം വിചാരിച്ച് അല്ലെങ്കിൽ വേറൊരാളുടെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട്
ചെയ്തൊന്നും ഒരിക്കലും നല്ലതാവത്തില്ല, ഒരിക്കലും അത് റിസൾട്ട് തരികയില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശങ്ങളൊക്കെ എപ്പോഴും നല്ലതായിരിക്കണം. നമ്മൾ ആരെയും സ്നേഹിച്ചാലും അതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഓവർ അറ്റാച്ച്മെൻറ്റിന് ആരോടും പോകണ്ട. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് എപ്പോഴും ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുള്ളൊരു സ്നേഹം എപ്പോഴും വിഷമം മാത്രമേ തരുള്ളൂ. നമ്മളൊരു ഗ്യാപ്പ് ഇട്ടങ്ങ് നിൽക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വന്ന ഒരു മെയിലും കൂടിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ അവരെ ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കും, പക്ഷെ അവരൊക്കെ അവിടെ അവരുടെ ലൈഫ് നോക്കി അടിപൊളിയായിട്ട് പോകുന്ന ഒരു നിമിഷം പോലും ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പം ഇതിൽ നിന്ന് മൂവ് ഓൺ ആകുക എന്നാണ് പറയുന്നത്. ആ ഒരു വ്യക്തിയെപ്പറ്റി നമുക്കൊരു ഇമ്പോർട്ടൻസും തരാത്ത ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഓർത്തോർത്ത് ഇരിക്കും, കരയും, വിഷമിച്ചിരിക്കും, ആഹാരം സ്കിപ്പ് ചെയ്യും, ഇതൊക്കെ ഉള്ളതാണ്. കാരണം ഒരുപാട് നാൾ ഹൃദയത്തിൽ കൊണ്ട് നടന്നൊരു വ്യക്തിയല്ലേ. ഈ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഭയങ്കര പെയിൻഫുള്ളാണ്. അത് നമ്മൾ പിന്നെ ഈ ലോകത്ത് ചിലപ്പോൾ എത്ര പേര് വന്നു നിന്നാലും ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ വേറെ ആരെയും സ്നേഹിക്കാൻ പറ്റില്ലായിരിക്കാം മനസ്സിന്. ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യുന്നതുപോലെ വേറൊരു വ്യക്തിയെയും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല മനസ്സിന്. അങ്ങനെയൊക്കെ ഒരു രീതിയൊക്കെ ആയിപ്പോവും. എന്നിരുന്നാലും ചിന്തിക്കുക, ഇങ്ങനെ നമ്മളെ ഒന്നുമല്ലാതെ ആക്കി ഇട്ടിട്ട് പോയ, തകർത്തെറിഞ്ഞ് കളഞ്ഞിട്ട് പോയ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനിയും നഷ്ടങ്ങൾ ഉണ്ടാക്കണം. നമ്മുടെ കരിയർ, നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് നല്ലൊരു ഹെൽത്ത് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ നല്ല ദൈവം തന്ന നമ്മുടെ യൂണിവേഴ്സ് തന്ന ഒരു ഹെൽത്തിനെ ഓരോന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരുന്ന് നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ അവരെ ഇരുന്ന് ഓർത്ത് വിഷമിക്കുന്ന പോലെ ഒരാളും നമ്മളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. പതുക്കെ മൂവ് ഓൺ ചെയ്ത് തുടങ്ങുക. പതുക്കെ ഒറ്റയടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എനിക്കറിയാം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അഫർമേഷൻസ് എഴുതുമ്പം നമ്മളെ പേഴ്സണലി ഫിറ്റ് ആക്കാനുള്ള അഫർമേഷൻസ് ആദ്യമേ എഴുതി തുടങ്ങുക. അതായത് എൻ്റെ ഹെൽത്തിന് നന്ദി, എനിക്ക് സമാധാനം തരുന്നതിന് നന്ദി, എനിക്ക് ചിരിക്കാൻ സാധിക്കുന്നതിന് നന്ദി എന്നിങ്ങനെയുള്ള പേഴ്സണലി നമ്മളെ ഫിറ്റ് ആക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള അഫർമേഷൻസ് എഴുതി തുടങ്ങുക. നമുക്ക് അവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. നമ്മളെ പേഴ്സണലി ഫിറ്റ് ആവണം, നമ്മുടെ മൈൻഡ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റണം. നമ്മൾ എന്തെങ്കിലും കാര്യം വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എന്ത് കോഴ്സും ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇതൊക്കെ നിങ്ങൾ ലിസ്റ്റിൽ എഴുതിയിടുക. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഫിറ്റ് ആയിരിക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ എവിടെയും സ്റ്റക്കായി നിന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരാളെക്കുറിച്ച് ആലോചിക്കേണ്ട, നമ്മളെ ജീവിതത്തിൽ വേദനിപ്പിച്ചിട്ട് പോയ വ്യക്തികൾക്ക് നമ്മൾ ഈ സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അത് ഭയങ്കരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് റിലേഷൻഷിപ്പ് ഓരോ വ്യക്തികളെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മാറ്റുമ്പം വിരഹ ദുഃഖം തന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ആ ഒരു വ്യക്തിക്ക് പകരം വേറൊരാളെ അവിടെ ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു തരത്തിലായി പോകും മാനസികാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇറ്റ്സ് വെരി ഹാർഡ് അതിൽ നിന്നും ഒന്ന് ഓവർകം ചെയ്ത് വരുന്നതൊക്കെ. പക്ഷേ വന്നേ പറ്റുള്ളൂ. കാരണം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്ന് നിങ്ങളൊന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടുമല്ല, അത്രയും സ്ട്രോങ് ആയിരിക്കും. പിന്നെ എന്തും ഫേസ് ചെയ്യാനും എന്തും കൈകാര്യം ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു തൻ്റെടവും ധൈര്യവും നമുക്കുണ്ടാവും. വളരെ ജെനുവനായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കിടന്നു പോകരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ചിലവർ ഫിസിക്കലി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോഡി ഷെയ്മിങ് ചെയ്യും. നമ്മളെ ഇപ്പോൾ ഒരാൾ കണ്ടിട്ട് നീ ക്ഷീണിച്ച് പോയല്ലോ എന്ന് സ്നേഹത്തോടെ പറയുന്നത് ഇത് എന്നെ കോലവാ എന്ന് പറഞ്ഞ് കളിയാക്കി പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കണം. അതിലുപരി നമ്മളെ ഒരുപാട് ബെറ്റർ ആകുമ്പോൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെ ഡിസൈൻ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റണം. നമ്മളെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ട് ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ ഉണ്ടല്ലോ, വേറൊരാളുടെ ഹെൽപ്പില്ലാതെ നമ്മൾ തന്നെ നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുമ്പം ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അത്രയും ഡിവൈൻ ഫീലാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മൾ ഈ ഒരു ബ്രേക്കപ്പ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കരഞ്ഞു കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇതുപോലും ഇല്ലാത്ത എത്രയോ നമ്മുടെ ഈ സൗകര്യങ്ങൾ നമുക്കൊന്ന് കരഞ്ഞു കിടക്കാനുള്ളൊരു കട്ടിലെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത ഓരോ ആൾക്കാരുടെ വീഡിയോസൊക്കെ ഞാനിന്ന് കാണാറുണ്ട് കേട്ടോ. തെരുവിലൊക്കെ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ. കഴിഞ്ഞ ദിവസം തന്നെ ഒരു കുഞ്ഞ് ഉണ്ടായിട്ട് ഒരു ദിവസം എന്താ കഴിഞ്ഞൊരു കുഞ്ഞിനെ കാട്ടിൽ നിന്നൊക്കെ എടുത്തില്ലേ. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലും ആൾക്കാർ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവരും ജീവിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങൾ തന്നിട്ടുള്ള യൂണിവേഴ്സിനോട് എപ്പോഴും താങ്ക്ഫുള്ളായിട്ടിരിക്കുക. നമ്മളെ വിഷമിപ്പിച്ച കാര്യങ്ങളെ വിട്ട് കളയുക.
ഓക്കെ, നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ബ്ലെസ്സിങ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പം വഴിയരികിൽ പ്രായമായിട്ടുള്ള ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, കൊച്ചു കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഒന്നും കാണുമായിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നും. നമ്മൾ എപ്പോൾ ചെയ്താലും അതിൻ്റെയൊക്കെ ഒരു ഗുണഫലങ്ങൾ നമുക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുക. നമുക്ക് നന്മ മാത്രം മതി, നമുക്ക് ആരെയും ദ്രോഹിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുക. മാക്സിമം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കുക. നമ്മളെ വേദനിപ്പിച്ചവരിൽ നിന്ന് നിങ്ങളെപ്പോഴും, നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രെയറാണ് ഓപ്പോണോ പ്രെയർ. ഞാനത് ചൊല്ലുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഈ കരച്ചിൽ വരാറുണ്ട്. ഞാൻ എന്നെ തന്നെ പറയും, ഞാൻ എന്തുമാത്രം പെയിൻ അനുഭവിച്ചു, എന്തുമാത്രം ഒറ്റപ്പെടൽ അനുഭവിച്ചു, എന്തുമാത്രം കാര്യങ്ങളിലൂടെ സ്ട്രഗിൾ ചെയ്ത് വന്നു. പോട്ടെ, നീ ഇപ്പോൾ ഒരുപാട് മാറിയില്ലേ, നീ നിന്നെ ഹീൽ ചെയ്യുമെന്നും പറഞ്ഞിട്ട് നമുക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റും. നമ്മുടെ ശരീരത്തോട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഞാനപ്പോൾ സംസാരിക്കുമ്പം ഞാനിങ്ങനെ ഹൃദയത്തോട് കൈവച്ചിട്ട് ഇത് വേറെ എൻ്റെ ഒരു അടുത്ത ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുനഃ പ്രെയർ ചൊല്ലും. നമുക്ക് ഭയങ്കര ആശ്വാസം തോന്നും കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. നമുക്ക് ഇതുപോലെയൊക്കെ ഓരോ മെത്തേഡ്സ് കണ്ടുപിടിക്കാം നമ്മളെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കും, പക്ഷെ നമ്മളതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. വെറുതെ കേട്ട് കളഞ്ഞാൽ പോരാ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് പകർത്താൻ നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നത് അതൊക്കെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒന്നാമത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. വെളുപ്പിനെ ഇപ്പോൾ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും, എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും, എൻ്റെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത്. ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന സമയത്തും താമസിച്ചിരുന്ന സമയത്തും ഭയങ്കര പകൽ വ്യത്യാസമാണ്. എൻ്റെ ലൈഫിൽ നടന്ന ഓരോ ഇൻസിഡൻസിന് വരെ ഭയങ്കരമായിട്ട് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടാകുന്ന എനർജി ലെവലിൽ, എനിക്കുണ്ടാകുന്ന അച്ചീവ്മെൻറ്റ്സിലെല്ലാം ഭയങ്കര വ്യത്യാസമാണ്. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഗുണഫലങ്ങളാണ്. പക്ഷെ നമ്മൾ നേരത്തെ കിടക്കാനും നോക്കണം കേട്ടോ. അല്ലാതെ ഉറങ്ങാതെ ഫോണൊക്കെ നോക്കിയിരുന്ന് 12 മണി 1 മണി വരെ ഇരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങി 5 മണിക്ക് എഴുന്നേൽക്കാമെന്ന് പറയുന്നതിൽ നമുക്ക് പിന്നെ ആ സമയം, അങ്ങനെ ഒരു സമയമാണെന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ. കാരണം നമുക്കുള്ള ക്ഷീണമാണ്. കറക്റ്റ് ഉറക്കം വേണം. നമ്മുടെ ഹെൽത്തി ലൈഫിനായിട്ട് നമുക്ക് കറക്റ്റ് ഉറക്കം വേണം. നല്ല ആഹാരങ്ങൾ കഴിക്കണം. അഫർമേഷൻസ് എഴുതുമ്പോൾ നമ്മൾ പറയുന്നത്, എനിക്ക് നല്ല ആഹാരം കഴിക്കാനായിട്ട് സാധിക്കുന്നതിന് നന്ദി, എനിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാം. നിങ്ങൾക്ക് ദാഹം തീരെയില്ല, വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്നതിന് നന്ദി എന്ന് പറയുക. ആൻഡ് അത് ഫീൽ ചെയ്യുക. ആ നന്ദി നമുക്ക് നമ്മുടെ ശരീരത്തിലുടനീളം നമ്മൾ ഫീൽ ചെയ്യണം. ചുമ്മാ അങ്ങ് എഴുതി പോയാൽ പോരാ. ആൻഡ് നമുക്കത് ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ ലൈഫിൽ പുതിയതായിട്ടൊരു കാര്യം നമ്മൾ ട്രൈ ചെയ്യുവാണ്, എഫർമേഷൻസൊക്കെ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങ് ആ ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ ആ ഒരു ഫീല് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് നമുക്കത് ഗ്രാജുവലി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഡെയിലി ട്രൈ ചെയ്യുക. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്ന് പുറത്ത് വന്നേ പറ്റുള്ളൂ. എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ കൗൺസിൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി പേരിങ്ങനെ കരഞ്ഞ്, പെൺകുട്ടികളും ആണുങ്ങളും എല്ലാം ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ പോയി കഴിയുമ്പോൾ ഓക്കെ ആയിട്ടേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമം വരും. എത്ര ക്രൂരമായിട്ട് എങ്ങനെ ആൾക്കാർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഓരോരുത്തരെയൊക്കെ വാക്ക് കൊടുത്ത് ഭയങ്കരമായിട്ട് അവരെ കൊണ്ട് നടന്ന് അവസാനം അവരെ തകർത്തിട്ട് ഒന്നിനും എന്നുവെച്ചാൽ എന്തിനാണ് എന്നെ ഇട്ടിട്ട് പോയതെന്നുള്ള ഒരു കാര്യത്തിന് പോലും ഒരു മറുപടി കൊടുക്കാതെ ആ ആളെ വെറും 0 ആക്കി കളയുന്ന ആൾക്കാരുണ്ട്. ഭയങ്കര പെയിൻഫുള്ളാണ്. എന്നുവെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും, എനിക്കിതാണ് കാര്യമെന്നെങ്കിലും ഒന്ന് പറയാൻ ഒരു മര്യാദ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടാകും. ഇതൊന്നും പറയാതെ ഇറങ്ങി പോകുന്ന ചില ആൾക്കാരുണ്ട്. ഇറ്റ്സ് വെരി ഹാർഡ്. ആ ആൾക്കാർ അനുഭവിക്കുന്ന ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? പിന്നെ അവരെ കുറേ നാളത്തേക്ക് ഒന്നിനും കൊള്ളുമല്ലാത്തൊരവസ്ഥയിലാക്കിയിട്ടിട്ട് പോവുകയാണ്. അവരുടെ ലൈഫ് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി ഒരു മൂലയിൽ എറിഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയിലാക്കിയിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. ദയവ് ചെയ്ത് ഒരാളും അങ്ങനെ ചെയ്യരുത്. ഏറ്റവും ഒരു ക്രൂരതയാണത്. അത് ഏറ്റവും വലിയൊരു ക്രൂരത. ആ ആൾ പിന്നെ ഒരാഹാരം കഴിക്കാൻ പറ്റുന്ന, വെള്ളം പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ആയി പോവാണ്. അപ്പം അങ്ങനെ ഒരാളെ ആക്കിയിട്ട് എന്ത് നേടാനാണ്? ഇല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ല, നിങ്ങൾക്ക് ഒന്നും കണ്ടിന്യൂ പോകാൻ താല്പര്യമില്ല, പറ്റില്ല. അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നിനും പോകരുത്. ഓക്കെ, ആ ഒരു രീതിയിൽ പോവാം. ഇന്നിപ്പോൾ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ മൂവ് ഓൺ ആകുക, പതുക്കെ എഴുന്നേറ്റ് തുടങ്ങുക, പതുക്കെ പിച്ച വെച്ച് നടന്ന് തുടങ്ങുക. ഓക്കെ, അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ പോവുള്ളൂ.
പതുക്കെ 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 നടന്നു തുടങ്ങുക. നടക്കുന്ന ഓരോ ചൂടുകളിലും നിങ്ങളുടെ സ്ട്രെങ്ത് കൊണ്ടുവരിക. ഓരോ ചൂടുകളും സ്ട്രെങ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അല്ലാതെ പുറകോട്ട് പോകരുത്. നമ്മളെ ഏറ്റവും സ്ട്രോങ് ആക്കാനും നമുക്കെല്ലാത്തിനും സ്ട്രോങ് ആയി നിൽക്കാനും ഒക്കെ എല്ലാം ഫേസ് ചെയ്യാനും ഒക്കെ നമുക്ക് തന്നെ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കണം എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, എനിക്ക് ഓക്കെ ആവണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമുക്ക് ആ ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ ശരിയാവുള്ളൂ, അല്ലാതെ ഒന്നും പറ്റുകയില്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു വിശ്വാസമുള്ള അല്ലെങ്കിൽ ഒരുപാട് ആത്മാർത്ഥതയുള്ള ഒരാളെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. നേരത്തെ പോലെയല്ല, ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ. എങ്ങോട്ട് നോക്കിയാലും ഈ ചീറ്റിങ്ങും അതും ഇതൊക്കെ ഉള്ളൂ. സോ നമ്മളിൽ വിശ്വസിക്കുക. എന്നെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനും ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനും എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും എനിക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ അറിയുന്നതുമായിട്ടുള്ള ഏക വ്യക്തി ഞാൻ തന്നെയാണ്. എനിക്ക് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. എൻ്റെ എത്ര സിറ്റുവേഷൻ, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ അറിയാവുന്ന വ്യക്തി ഞാനാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത് ഞാൻ ഇനി എന്ത് ചെയ്യണം, ഞാൻ എന്നെ ഓക്കെ ആക്കാൻ എന്ത് ചെയ്യണം, ഞാൻ മുന്നോട്ട് എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ പോകുന്നതാണ്. കാരണം നമ്മൾ ആ വിഷമത്തിൽ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ചെയ്യാനോ ഒന്നിനും പറ്റുമല്ലാത്തത്. സോ അത് സ്റ്റോപ്പ് ചെയ്യുക. പതുക്കെ എഴുന്നേൽക്കുക. ഡയറി മസ്റ്റായിട്ട് വാങ്ങിക്കണം. ഡയറി മസ്റ്റായിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മഷി, പച്ച, ഗ്രീൻ അല്ലെങ്കിൽ റെഡ്, അങ്ങനെ എന്തെങ്കിലും വെറൈറ്റി കളേഴ്സ് കൊണ്ടുവന്നിട്ട് ആ ഒരു പേന വെച്ചിട്ട് അത് നമ്മുടെ ഒരു മാന്ത്രിക ബുക്കായിട്ട്, മാജിക് ബുക്കായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുക. ആ മാജിക് ബുക്കെന്ന് തന്നെ പേരിട്ടോളൂ. മാജിക് പെന്നും കയ്യിൽ വയ്ക്കുക. അത് വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിനെ ഡിസൈൻ ചെയ്ത് തുടങ്ങുക. നമ്മുടെ ലൈഫിനെ എന്ന് പറയുമ്പം അതിൽ എല്ലാം ഉണ്ട്. നമ്മളുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നമ്മളുടെ ഹെയറിനെക്കുറിച്ച്, നമുക്കൊരു ഡ്രസ്സ് ഇടുന്നതിനെക്കുറിച്ച്, ഇവനെല്ലാം ഒരുങ്ങുന്നതിനെക്കുറിച്ച്, എല്ലാത്തിനും ഞാൻ എങ്ങനെയാണോ എന്നെ ഡിസൈൻ ചെയ്യുന്നത് ഇന്നലെ, അതുപോലെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാനിപ്പോൾ പുറത്ത് പോകാനായിട്ട് റെഡി ആയതാണ്. അപ്പോൾ അതിന് മുന്നെയാണ് നിങ്ങൾ വീട് കാണുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും, എന്നാലും ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലാണ് ഈ കാണുന്നത്. ഞാൻ ഇന്നലെ ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പോകണം. എക്സാക്ട്ലി ഞാൻ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സമയമാകുമ്പോൾ എനിക്ക് ഓടി നടന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഇല്ല. കാരണം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ വരും. അതൊന്നും വിചാരിക്കേണ്ട, അത് നോർമലാണ്, അത് വരും. അതൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മളതിനെങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ചിരി, ഡെയിലി ചിരിക്കാൻ നോക്കുക. നമുക്കത് പറ്റില്ല, ഒരു എക്സസൈസ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അങ്ങനെ പറ്റുള്ളൂ. പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ എപ്പോഴും ചിരിക്കാൻ പറ്റുക. നമുക്കതൊരു എക്സസൈസ് പോലെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് നമ്മൾ ഇത്രയും നാളും നമ്മൾ കൂടുതലും വിഷമിക്കാനും ടെൻഷൻ അടിക്കാനും കരയാനും ഒക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ചിരിക്കാനായിട്ട് പലരും മറന്നു പോകുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ പിന്നെ ചിരിക്കാൻ എന്തെങ്കിലും റീസൺസ് ഉണ്ടായാലും ചിരിക്കാറുള്ളൂ. ഒരുപാട് കരഞ്ഞ് ഒരുപാട് സിറ്റുവേഷൻസ് അനുഭവിച്ചവർക്ക് ശരിക്കും ചിരിക്കാൻ പോലും മറന്നു പോയവരായിരിക്കും. അപ്പോൾ അങ്ങനെ അതിൽ സ്റ്റക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ആ എക്സസൈസ് അങ്ങ് ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ ചിരിച്ചു തുടങ്ങുക, കണ്ണാടിയിൽ നോക്കി ചിരിക്കുക. പതുക്കെ പതുക്കെ അതൊരു ചിരി നിങ്ങളുടെ ഭാഗമായി തീരും. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചിരിക്കാൻ തുടങ്ങും. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതുക. ഒരു റിലേഷൻഷിപ്പിലും പെട്ട് നിങ്ങൾ ആരും സ്റ്റക്കായി നിൽക്കരുത്. ആ റിലേഷൻഷിപ്പ് നിങ്ങളെ മാരകമായിട്ട് ബാധിക്കുകയാണ്, നിങ്ങൾക്ക് മോശം മാത്രമേ കൊണ്ടുതരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പതുക്കെ മൂവ് ഓൺ ചെയ്യുക. അവരോട് കുറച്ച് പുറകെ നടന്നിട്ട് എന്നെ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, ഇങ്ങനെ ചോദിച്ച് പുറകെ നടന്ന് നിങ്ങൾ സമയം കളയല്ലേ. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും ഡാമേജും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. ഇനിയും അവിടെ കിടന്ന് ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ മോശമാക്കാതെ, ഡാമേജ് ആക്കാതെ അതിൽ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാനായിട്ടുള്ള വഴി നോക്കുക. ഇപ്പോൾ നിങ്ങൾ റെഡിയായി, ഇതിൽ നിന്ന് മൂവ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അധികം പരിക്കുകളില്ലാതെ രക്ഷപ്പെടാം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് വേദനിച്ച് കൂടുതലായിട്ട് നമ്മളെ തന്നെ സ്പോയിൽ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കരുത്. അപ്പോൾ പതുക്കെ നിങ്ങളുടെ ആ ഒരു മാജിക് ബുക്കിൽ എഴുതി വയ്ക്കുക, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിച്ചതിന് നന്ദി. മെൻ്റലി ഇമോഷണലി ഒക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി അല്ല, അതിലുപരി ഇമോഷണലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, ഇമോഷണലി ഫിറ്റ് ആവണം. നമ്മൾ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പതുക്കെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലി മാത്രമല്ല ഇമോഷണലി മെൻ്റലി നമ്മൾ റെഡി ആയി കിട്ടണം. അതിനുവേണ്ടി ട്രൈ ചെയ്ത് തുടങ്ങുക. നമ്മൾ പേഴ്സണലി നമ്മളെ റെഡിയാക്കി എടുക്കുക. നമുക്ക് പേഴ്സണലി നമ്മളെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ആ മാജിക് ബുക്കിൽ ഇന്ന് നിങ്ങൾ എഴുതുക. ഒറ്റ ദിവസം കൊണ്ടെല്ലാം എഴുതി തീർക്കണം എന്നല്ല, എഴുതി തുടങ്ങുക. നമുക്ക് ഓരോ ദിവസം മുതൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. എല്ലാം എഴുതാൻ കേട്ടോ, എല്ലാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രീം തേക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്, എൻ്റെ ഒരു എക്സാമ്പിൾ പറയാൻ, എനിക്ക് വളരെ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഫേസ് ഷോപ്പിൻ്റെ ക്രീം വാങ്ങിക്കണം എന്നുള്ളത്.
ക്രീം 0 വാങ്ങിക്കണം എന്നുള്ളത്. സെറം നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴൊക്കെ അതിൽ 1000 സംതിങ് ആണ് അതിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ നോക്കുമ്പം പൈസയ്ക്ക് നമുക്കല്ലാത്തൊക്കെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ കാണും. പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അത് വാങ്ങിക്കാൻ. ഞാനപ്പം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളായിരിക്കും, അമ്മമാർ എപ്പോഴും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധ കൊടുക്കും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളായിരിക്കും മാറ്റി വയ്ക്കുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹം തോന്നി, ഒത്തിരി നാളായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ ആദ്യമേ ഈ പർപ്പിളിൽ നിന്ന് ഈ ഒരു സാധനം എടുത്ത് കാർട്ടിലിട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കും. അപ്പോൾ അത് ഈ ഇടയ്ക്കാണ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ നേരത്തേക്ക് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു, അതിനുവേണ്ടി ഒന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഈ ഒരു 1 വീക്കിൽ ഞാൻ അത് കാർട്ടിലെടുത്തിട്ടിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കും, റിവ്യൂ നോക്കും, ആ ബോട്ടിൽ നോക്കും. ഭയങ്കര രസമാണ് ആ ബോട്ടിൽ കാണാനായിട്ട് കേട്ടോ. ഇപ്പോൾ എന്ത് രസമാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കാൻ തുടങ്ങി. 1 വീക്കിൽ സംഭവിച്ചിട്ടുള്ള കാര്യം കേട്ടോ. അപ്പം എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം തന്നെയാണ് ഈ ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റ്. കാരണം ആ ഫേസ് ഷോപ്പിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ റിസൾട്ട് ഉള്ളതാണ്, പക്ഷേ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം എൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അന്നോട്ട് എൻ്റെ ആഗ്രഹമാണ് എനിക്കത് യൂസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ സിറമൊക്കെ ഉണ്ട്, അത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്നൊന്നും ഞാൻ ഇതെൻ്റെ മൈൻഡിലുണ്ട്, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഏതൊരു കാര്യമാണോ നേടേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 1 വീക്കായിട്ട് ഞാൻ ഈ സിറത്തിനെ എടുത്ത് പർപ്പിളിൻ്റെ കാർട്ടിലെടുത്തിട്ടു. എന്നിട്ട് എന്നും ഇങ്ങനെ ഞാനത് അപ്ലൈ ചെയ്യുന്നതായിട്ടും അതെൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കുപ്പി കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ എൻ്റെ കൈ കിട്ടിയിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ടൊക്കെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി, വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എപ്പോൾ പൈസ കിട്ടിയാലും ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാര്യത്തിനൊക്കെ എടുത്തു തുടങ്ങും. പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ എനിക്കിങ്ങനെ തോന്നി ഇത് വാങ്ങിക്കാം, ഇത് ഓർഡർ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഇത് ഓർഡർ ചെയ്തിട്ട് കിട്ടാനായിട്ടൊക്കെ ഒത്തിരി ലേറ്റ് ആവും. മിക്കവാറും പർപ്പിളിൻ്റെ ഇതൊക്കെ കുറച്ച് ലേറ്റ് ആവുന്നൊരിതാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഇങ്ങനെ വെറുതെ തോന്നി ഇതൊന്ന് വാങ്ങിച്ചാലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിന് ഓഫറൊക്കെ വന്ന് കിടക്കുന്നു. ഫ്ലിപ്കാർട്ടിൽ ഒത്തിരി ഓഫറുണ്ട്, പക്ഷേ അത് കോപ്പി പ്രൊഡക്റ്റ് വരും. അപ്പോൾ പർപ്പിളിൽ അങ്ങനെയല്ല, എല്ലാം ജെനുവിനാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഓഫറുണ്ട്. 1000 സംതിങ്ങിനുള്ള പ്രൊഡക്റ്റ്, അതായത് 1100, 1200 ആ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റ് 800 സംതിങ്ങിന് ഓഫറുണ്ട്. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്കത് യൂണിവേഴ്സ് എനിക്കായിട്ട് തന്നത് ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും ഞാനിത് ആഗ്രഹിച്ച് നേടിയൊരു കാര്യമായതുകൊണ്ട് എനിക്ക് കുറേ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഞാനിത് ഓർഡർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരിത്, കാരണം ഇതിന് ഒത്തിരി ലേറ്റ് ആകും. കാരണം നെക്സ്റ്റ് വീക്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനത് അപ്പോഴേ റിവീൽ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു സമയത്തിന് മുന്നേ ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്യും എന്നോർത്തായിരുന്നു എൻ്റെ ടെൻഷൻ. അപ്പോൾ എന്തായാലും നോക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, ഓർഡർ ചെയ്യാം. ഇനിയിപ്പോൾ ആ സമയത്ത് കഴിഞ്ഞിട്ടൊക്കെ വരുന്നത് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പേയ്മെൻറ്റ് ചെയ്തില്ല. അപ്പോൾ അതിന് മുന്നേ ഇടയ്ക്ക് നോക്കുമ്പം ക്യാഷ് ഓൺ ഡെലിവറി വരുന്നില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി കാണിച്ചു ഓപ്ഷൻ. ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് ഫാസ്റ്റ് ഡെലിവറി എന്നും പറഞ്ഞുകൊണ്ട് കാണിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ ഒറ്റ ദിവസം, ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തു, എനിക്ക് കിട്ടി. ഇത് കണ്ടോ, ഇതാണ് ആ ഫേസ് ഷോപ്പ്. ഞാനിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല, ഇന്ന് രാവിലെ എൻ്റെ കയ്യിൽ കിട്ടിയതേ ഉള്ളൂ. കണ്ടോ, ഇതാണ് സാധനം. എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്. ഭയങ്കര നല്ല സ്മെല്ലൊക്കെയാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഇത് വലിയ കാര്യമാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാർ, ഞാൻ എൻ്റെ സ്കിൻ കെയറിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി കേട്ടോ. ഞാനിതൊന്നും കൊടുക്കാതെ ചെയ്യാതെ ഇരുന്നിരുന്നൊരു സമയമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എന്നെ കെയർ ചെയ്ത് തുടങ്ങി, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഞാനിത് ഒരുപാട് പ്രതീക്ഷിച്ച ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇത് എൻ്റെ ഏണിങ്സിൽ നിന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയത് കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഐ ഫീൽ പ്രൗഡ് ആൻഡ് ഞാൻ എപ്പോഴും ഇത് നന്ദി പറയും. ഞാനിത് ആദ്യം വാങ്ങിച്ചപ്പോഴേ നന്ദി പറയും. ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ ഒരു രാത്രി ആ ഒരു സമയത്ത് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഇന്ന് രാവിലെ എനിക്ക് കിട്ടി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം 12:30 ഒരു 10:30 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കിത് കിട്ടി. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു യൂണിവേഴ്സിനോട്. ഇതൊക്കെ അത്ഭുതങ്ങളാണ് എനിക്ക്. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാർട്ടിലെടുത്തിടുക, എന്നിട്ട് വാങ്ങിക്കുക കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ ചെയ്തുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എല്ലാം ഇത് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ കാർട്ടിലെടുത്തിടാൻ പറഞ്ഞത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് റെഡി ആവണം എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ എഴുതുക. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക.
അല്ലാതെ പേരിന് വേണ്ടി എഴുതിയിടുകയോ ചുമ്മാ പേരിന് വേണ്ടി കാർട്ടിലെടുത്തിടുകയോ അങ്ങനെയല്ല. നമ്മൾ ഇപ്പോൾ നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുക. വെറുതെ ഇരുന്നാൽ ഒന്നും ഇതാവത്തില്ല. നമ്മൾക്ക് വർക്ക് ചെയ്യാം, നമുക്ക് റിക്കവറാണ്, നമുക്ക് റെഡിയാണ്, നമ്മൾ ഇറങ്ങി ഇങ്ങ് പ്രവർത്തിക്കണം. ആൻഡ് ഹാർഡ്ലി പ്രവർത്തിക്കണം എന്നല്ല, നമുക്ക് ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാനത് കാർട്ടിലെടുത്തിട്ടിട്ട് എൻ്റെ സ്നേഹം അവിടെ ഞാൻ എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ വിഷ്വലൈസ് ചെയ്തു എനിക്ക് കിട്ടിയതായിട്ടും. ഞാൻ ആ ഒരു ഇത് കിട്ടിയിട്ട് ഇത് എൻ്റെ കയ്യിലിരുന്ന് ഞാൻ ആ ഒരു ഫീലൊക്കെ എൻജോയ് ചെയ്തതായിട്ടൊക്കെ ഞാൻ അത് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അതുപോലെ എല്ലാം നിങ്ങൾക്ക് സാധിക്കും. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ആരും അതിൽ കിടന്ന് സ്റ്റക്കായി നിൽക്കരുത്. സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ പെയിൻ കൂടും. ഓരോ കാര്യങ്ങളും ആലോചിച്ച് പെയിൻ കൂടാനേ പറ്റുള്ളൂ. ഒരിക്കലും പെയിൻ കുറയത്തില്ല. നമ്മളത് ചിന്തിച്ച് നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഇല്ലാതാക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പതുക്കെ എഴുന്നേറ്റ് പിച്ച വെച്ച് നടക്കുക, എഴുതി തുടങ്ങുക. ബുക്കും പേനയും മസ്റ്റാണ്, അതിലൊരു സംശയവുമില്ല. നിങ്ങളൊരു നല്ലൊരു ഡയറി, ഒരു പേനയും വാങ്ങിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ അത് പോയി നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണോ ഇഷ്ടപ്പെടുന്നത് അതങ്ങ് വാങ്ങിച്ചു കൊടുക്കുക. മാക്സിമം ബ്ലൂ, റെഡ്, ഗ്രീൻ മഷികളിലൊക്കെ ഒന്ന് എഴുതാൻ നോക്കുക കേട്ടോ. നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. സ്വയം ഡിസൈൻ ചെയ്യുക, ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞത്, നമ്മൾ സ്വപ്ന ഭവനം ഉണ്ടാക്കുന്നത് നമ്മൾ എത്രമാത്രം ഡിസൈൻ ചെയ്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൽ കൂടുതൽ നമ്മളെ ഡിസൈൻ ചെയ്യണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ അത് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് തുടങ്ങുക. ബൈ.